ആദ്യം അല്ല ഇഷ്ടപ്പെടാനല്ല, ആദ്യം എനിക്ക് പേടിയായിരുന്നു സംസാരിക്കാൻ. പിന്നെ ഏട്ടൻ്റെ ആ സംസാര ശൈലി അതൊരു ആരെയും ഒരു ആകർഷിക്കും. എന്നുവെച്ചാൽ വേറൊരു തരത്തിലല്ല, നമുക്കൊരു എന്തും ഓപ്പണായി പറയാം, നമുക്ക് അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തരുന്നില്ല ഒരു ഇത് എൻ്റെ ഏട്ടന്. അതിപ്പോൾ നമുക്ക് അതിപ്പം കണ്ടിട്ടുണ്ടാവില്ല, സംസാരിക്കുന്ന സ്റ്റൈലേ അങ്ങനെയാണ്, അതങ്ങനെ തന്നെയാണ്. എനിക്ക് ആദ്യം ഏട്ടനെ അറിയില്ലായിരുന്നു. അപ്പം ഞാൻ കാണുമ്പം ഈ താടി ഇങ്ങനെ തന്നെയുണ്ട്. ഉണ്ട്. അപ്പം ഇല്ല, അല്ല ഞാൻ എന്താണ് ഈ താടി കണ്ടിട്ട് തന്നെയല്ലേ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. അപ്പം പിന്നെ ഞാനായിട്ട് എന്തിനാണ്, ഏട്ടനായിട്ട് ഇരിക്കട്ടെ. എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നീ കുഞ്ഞുമോളെ നീ ആയിട്ട് ഇരുന്നാൽ മതി. എന്താണ് ഇപ്പം എന്നോട് ഇന്നത് ഇടാൻ പാടില്ല, ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല. അത് ചിലവരുണ്ടല്ലോ ഫോൺ ഇത്ര സമയം ഉപയോഗിച്ചു, ഇതാരാണ് ബിസി, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറേ സംഭവം. ഒന്നുമില്ല. ഞാനായിട്ട് ഏട്ടനായിട്ട് താടി അവിടെ കിടന്നോട്ടെ. ഇനി എന്തെങ്കിലും സിനിമയിലൊക്കെ എന്താണ് ചാൻസ് വരുമല്ലോ, അപ്പോൾ അത് വെട്ടണം എന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പോൾ വെട്ടിക്കോട്ടെ. അതിനത് കറുപ്പിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ കറുപ്പിക്കട്ടെ. അന്നും അതെ ഇന്നും അതെ. ഞാൻ പരിചയപ്പെടുമ്പോഴുള്ള ക്യാരക്ടർ തന്നെ ഇപ്പോഴും. ഒരു മാറ്റമില്ല. അടിപൊളി എന്ന് പറയാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നല്ലതാ. സംസാര രീതിയിലൊക്കെ ശരിക്കും മാറ്റം വന്നോ കല്യാണത്തിന് ശേഷം? ഇല്ല, ഇത് എന്തേലും മാറ്റം വന്നോ? ഒരു മാറ്റമില്ല. എൻ്റെ അടുത്ത് ഇന്നലെ രാത്രി കൂടെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നു, അത് ഞാൻ പറഞ്ഞത് അല്ല നിനക്ക് ഇന്നും മാറാനായിട്ടില്ലേ, നീ കണ്ണൂരിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് പോയിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറ്റുന്നില്ല. പക്ഷെ മക്കളൊക്കെ മാറിയിട്ടാ, എനിക്ക് പറ്റുന്നില്ല. നല്ലോണം കഴിക്കുവാന്നാ കണ്ടിട്ട് മനസ്സിലായില്ല. എല്ലാരും പറയുന്നതാ. ഇനി ഇൻസ്റ്റാനകത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു സന്തോഷം കണ്ടായിരിക്കും നല്ല തടി വെച്ചിട്ടുണ്ട്. ശരിയാ, ഞാൻ നല്ല വെയിറ്റ് കൂടി. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഏട്ടൻ്റെ എന്താണ് വേണ്ടത് കഴിക്കാൻ, എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ കഴിക്കും. അങ്ങനല്ല, അത് ഞാൻ പറഞ്ഞു ഇന്നത് കഴിക്കരുതൊന്നുമില്ല. ഇപ്പം വെജിലേക്ക് പോകണമെന്നേട്ടൻ പറഞ്ഞിട്ടില്ല. എനിക്കെന്താണ് ഞാൻ ആദ്യം മുതലേ ചെയ്യുന്നത് അത് തന്നെ, അങ്ങനെയൊന്നുമില്ല. നല്ലോണം ഫുഡ് കഴിക്കും, പക്ഷെ കഴിക്കലുണ്ടായിരുന്നില്ല കേട്ടാ. ഇപ്പോഴാണ് എന്താണ് വെറൈറ്റി ഫുഡുകളൊക്കെ ഏട്ടൻ്റെ കൂടെ പോയാൽ ഏട്ടൻ വാങ്ങിത്തരും, ഒരുപാട് ഫുഡ് വാങ്ങിത്തരും. അത് സത്യം ആസ്വദിച്ച് കഴിക്കുന്നുണ്ടാന്ന് ഇപ്പം നല്ല വെയിറ്റ് കൂടി. ചെയ്യും, എല്ലാം ഉണ്ടാക്കും. പക്ഷെ അതിന് നമുക്ക് സമയം കിട്ടിയിട്ടില്ല എന്ന് മാത്രം. ഏട്ടൻ ഇങ്ങനെ ഈ ഗുലാബ് ജാമ്, കേസരി അതൊക്കെ വീട്ടിൽ ആക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കണ്ണൂരൊരു നീർദോശയുണ്ട്, അതും ഒരു ചട്നി അങ്ങനത്തെ ഒക്കെ. അതിന് മാത്രമല്ലേ സമയമുള്ളൂ. ഞാൻ വർക്കിന് പോവും. ചിലപ്പോൾ പറ്റിയാൽ ഞാൻ അമ്മ വിളിക്കും, ഏട്ടൻ്റെ അമ്മയും അപ്പയൊക്കെ വിളിക്കുമ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ രാവിലെ ഞാനിത് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. ഏട്ടനും ഉണ്ടാക്കി തരും. മോൾക്ക് ഇഷ്ടമാണ് ഗുലാബ് ജാമൊക്കെ, അപ്പോൾ ആക്കിത്തരും വേഗം. കല്യാണത്തിന് ശേഷം വൈറലായ കല്യാണത്തിന് ശേഷം പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാറ്റങ്ങൾ തിരിച്ചറിയുന്നതാണ്. ഞാനിപ്പം മല്ലേ 24 സീരിയലോളം ചെയ്തു. പക്ഷെ എന്നാലും അപൂർവം ചിലർക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവുള്ളൂ. കാരണം അതിനകത്ത് മൊത്തം അമ്മ ക്യാരക്ടറാണ് ചെയ്യുന്നത്. സാരിയൊക്കെ എടുത്ത് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റാണ്. ഇപ്പം ഞാൻ ജീൻസ് ഇട്ട് പോയാലോ ഇതിങ്ങനെയുള്ള കോസ്റ്റ്യൂം ഇട്ട് പോയാലോ എന്നായിരിക്കും മനസ്സിലാവില്ല, തിരിച്ചറിയാൻ പാടാ. അപൂർവം ചിലർക്ക് മനസ്സിലാവും. പക്ഷെ ഏട്ടൻ്റെ കൂടെ പോകുമ്പോൾ എനിക്കൊരു വെയിറ്റാ. ഏട്ടനെ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും. അപ്പൊ എല്ലാരും ഞാൻ വേറെ നിൽക്കും, ഏട്ടനും എല്ലാവരും ഞാൻ പറയും ഞാൻ തന്നെ എടുത്തു തരാം ഫോട്ടോ എന്നിട്ട് ഞാൻ എടുത്തു കൊടുക്കും. താടി
കമന്റുകള് ഭയങ്കരമായിട്ട് ബാധിച്ചു എന്നുള്ളത് വ്യക്തമാണ്. ആ, പക്ഷെ അത് ഒരു അതിജീവനല്ലേ ശരിക്കും? അതെ. തുടർന്ന് നല്ല രീതിയിൽ ശരിയാ, ജീവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലൈഫിൽ അതൊരു വലിയൊരു ഘട്ടമായിരുന്നു. ഇത്ര നാൾ ജീവിച്ചതിനപ്പുറം ഇല്ല, തീരെ പ്രതീക്ഷിക്കാണ്ടല്ലേ നമ്മൾ സാധാരണ ഒരു കല്യാണം കഴിക്കണം. ആ ഇത് കുറച്ച് പേര് അറിയണം, നാലാൾ അറിയണം. ആ ഒരു ഇത് ഇത്രയും ഇങ്ങനെയൊക്കെ ആവും. പക്ഷെ കമൻസ് വരുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏട്ടൻ്റെ താടീൻ്റെ നര കൊണ്ട് എന്തായാലും കമൻസ് വരുന്ന തന്നെ വിചാരിച്ചു. പക്ഷെ ഇത് ഇമാതിരി കമൻസ് വരുന്ന ഒട്ടും പ്രതീക്ഷയില്ല. അത് നമ്മളെയോ പറഞ്ഞു, മക്കളെ എന്തിനാ, മോളെയൊക്കെ എന്തിനാണ് പറയേണ്ട ആവശ്യം? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവരെന്ത് തെറ്റ് ചെയ്തു? ആർക്കും ഒരു ദ്രോഹവും ഇല്ലല്ലോ, ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ. പിന്നെ എന്തിനാണ് അതിങ്ങനെ? ഓക്കെ, നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്. അതിലെന്ത് കുറവുണ്ടെങ്കിലും നമ്മൾ സഹിച്ചാൽ പോരെ? അത് എന്തിനാ നമ്മൾ അവരെ വീട്ടുകാരൊന്നല്ലല്ലോ നമ്മൾ കല്യാണം കഴിച്ചത്. നമ്മളൊരു സാധാരണ പ്രപ്പോസലൊന്നും നമുക്കിപ്പം എന്താണ് കുറ്റവും കുറവും നമ്മളെല്ലാം ഓപ്പണായി പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നി, അതുകൊണ്ട് കല്യാണം കഴിച്ചു. ഇതിപ്പോൾ എന്തോ അവരെ വീട്ടിൽ നിന്നൊക്കെ ആരോ കെട്ടിയ പോലെയാണ്. നമുക്ക് കുഴപ്പമില്ല. ഇനി എന്ത് ലൈഫിൽ എന്ത് വന്നാലും നമുക്ക് കുഴപ്പമില്ല, എന്ത് പ്രശ്നം വന്നാലും. ഇല്ല, അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്, അതേ അഭിപ്രായം. ഒരു മാറ്റമില്ല.